Good afternoon. Today we will see the connection or the link between the economy, society, and culture. സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്നുള്ളത് എപ്പോഴും സോഷ്യോളജി ഡീൽ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ്. നമ്മുടെ സംസ്കാരം സൊസൈറ്റി പഠിക്കുമ്പോൾ അതിനുള്ളിലുള്ള കാര്യങ്ങളെല്ലാം 350 ഒന്നാകുമ്പോൾ തുടങ്ങിയാൽ മതി. മറന്നുപോയി. ഇപ്പൊ ഞാൻ പറഞ്ഞു. ഓക്കെ. Good afternoon. Today we'll see economy, society, and culture. In this unit, we are going to study about the relationship or the link between economics and sociology. സമൂഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിലുള്ള കാര്യങ്ങളും വരുമല്ലോ കൂടുതലായിട്ടും. സാമ്പത്തികം ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ എ സൊസൈറ്റി. എല്ലാ സൊസൈറ്റിയിലും നമുക്ക് കാണാം അല്ലേ, സാമ്പത്തിക ബന്ധങ്ങൾ, സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് റിലേഷൻഷിപ്സ് ഓൾവേസ് ഇൻഫ്ലുവൻസ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഓർ ദ ലൈഫ് ഓഫ് പീപ്പിൾ ഇൻ ദ സൊസൈറ്റി. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റി, കൾച്ചർ, സംസ്കാരം, ഇക്കോണമി, സമ്പത്ത്, സാമ്പത്തികമായ അല്ലെങ്കിൽ സമ്പദ്ഘടന, സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വാല്യൂസിനെ കുറിച്ച്, സമ്പത്തിനെ കുറിച്ച്, ഇക്കോണമിയെ കുറിച്ചൊക്കെ കുറേ തിയറിസ്റ്റുകൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സം എമംഗ് ദം വിൽ സീ ഇൻ ദിസ് യൂണിറ്റ് സം തിയറീസ് ഗിവൺ ബൈ കാൾ മാർക്സ്, മാക്സ് വെബർ, ഡർക്കെയ്ം, സിമൽ വെബ്ലൻ and others like George Simmel or Thorstein Veblen, Talcott Parsons. അപ്പോൾ ഇവരെല്ലാം എങ്ങനെയാണ് സമ്പത്തിനെ ഒരു സൊസൈറ്റിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ സമ്പത്തിനെ എങ്ങനെ ഒരു സമൂഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും, ബാക്കി ഫാക്ടേഴ്സ് എങ്ങനെ ഈ എക്കണോമിക് ഫാക്ടറുമായിട്ട് ചേർന്ന് പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ റിലേഷൻഷിപ്പ് എന്താണ്, ഇതെല്ലാമാണ് നമ്മൾ ഈ തിയറികളിലെല്ലാം പഠിക്കാൻ പോകുന്നത്. സോ ആൻഡ് ഓൾസോ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റൊപ്പം തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റും വേണമല്ലോ ഒരു സമൂഹത്തിൽ. ദെൻ ഓൺലി വിൽ ക്യാൻ ഫോർവേഡ് ഓർ അവർ ലൈഫ് വിൽ ഗോ ഓൺ ലൈക്ക് ദാറ്റ്. സോ മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ടുഡേ സൊസൈറ്റി. അതിനു മുമ്പ് പൈസ ഇല്ലെങ്കിലും എക്സ്ചേഞ്ച് പ്രകാരം അല്ലെങ്കിൽ കൊമോഡിറ്റി എക്സ്ചേഞ്ച് ചെയ്തിട്ടും കാര്യങ്ങൾ ഒരു വിനിമയം ഉണ്ടായിരുന്നു. ഇന്ന് രൂപ കൊടുത്തിട്ട് നമ്മൾ സാധനങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്ട്സ് മേടിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ ഒരു ബാർട്ടർ സിസ്റ്റം പല സമൂഹങ്ങളിലും ഉണ്ടായിരുന്നു. സോ വിൽ ജസ്റ്റ് സ്റ്റാർട്ട്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് യൂണിറ്റ് ഇസ് ടു എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി. പണ്ടെല്ലാം സോഷ്യോളജി പഠിപ്പിക്കുക, നമ്മൾ ആ സോഷ്യോളജി മാത്രം, അതെന്താണ്, അതിൻ്റെ സൊസൈറ്റിയിൽ എന്താണ്, കൾച്ചർ, അത് മാത്രമായിരുന്നു പഠിപ്പിച്ചത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. അത് എല്ലാ ടോപ്പിക്സും ഇപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു ബ്രോഡ് വ്യൂ പോയിന്റ് കിട്ടാൻ വേണ്ടിയാണ് മറ്റു ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റ് സബ്ജക്ട്സ്, മറ്റ് വിഷയങ്ങളുമായിട്ട് സോഷ്യോളജിയുടെ ബന്ധം എന്താണെന്ന് തന്നെ പല എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി ഉണ്ട്, ക്രിമിനൽ സോഷ്യോളജി ഉണ്ട്, മെഡിക്കൽ സോഷ്യോളജി ഉണ്ട്. അപ്പോൾ ടുഡേ വി ആർ ടോക്കിംഗ് ഇൻ ദിസ് ഡിസിപ്ലിൻ ഓർ ഇൻ ദിസ് സബ്ജക്ട്, ഇൻ ദിസ് പേപ്പർ, നോട്ട് ഓൺലി സോഷ്യോളജി, അല്ലെങ്കിൽ സോഷ്യോളജി മാത്രമല്ല, സോഷ്യോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി ഡിസിപ്ലിൻസിൽ വരുന്ന സബ്ജക്ട്സ് എങ്ങനെ സൊസൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ പല പല സബ്ജക്ട്സ് ഉണ്ട്. ഇപ്പോൾ പല കോഴ്സ് ചെയ്യുന്നവർക്കും സോഷ്യോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സബ്ജക്ട്സ്, മറ്റ് ഡിസിപ്ലിനായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. കുറച്ചും കൂടെ ബ്രോഡ് മൈൻഡഡ് ആയി when you compare with the earlier syllabus in various universities. So, and also we'll discuss about the society, culture and economy, the core ideas of classical
thinkers. Also, we'll discuss about the economic development in terms of its issues and their contradictions finally, and explain the idea of Washington consensus in the context of economic sociology. ഇപ്പം 3 ആസ്പെക്ട്സ് ആണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം തന്നെ. ദാറ്റ് ഈസ് സോഷ്യൽ, കൾച്ചറൽ ആൻഡ് ഇക്കണോമിക് ഫിനോമിന. സോ സോഷ്യൽ ചേഞ്ചസ് എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഉണ്ടായത്, അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇതെല്ലാമാണ് നമ്മൾ. It also familiarizes how economic development is taking place in societies and what are the issues concerned. We also discuss the continuities in the process of economic as well as the development changes. അപ്പോൾ സോഷ്യൽ ചേഞ്ചസ് ഒക്കറിങ് ഇൻ ദ സൊസൈറ്റി നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുണ്ട് വേറെ പേപ്പറുകളിലൊക്കെ. ബിക്കോസ് സോഷ്യൽ ചേഞ്ചസ് ഗോയിങ് ഓൺ പ്രോസസ്. പണ്ടത്തെ സൊസൈറ്റി ഇപ്പോഴത്തെ സൊസൈറ്റിയൊക്കെ നമുക്ക് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ സോഷ്യൽ ചേഞ്ച് ഇങ്ങനെ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. സോ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്കണോമിക്സ് ആൻഡ് sociology? So it involves cooperation, complementarity, and rather than competition substitution, as many scholars of social science assume. Economic analysis, സൊസൈറ്റിയിൽ എക്കണോമിക്സിന് വളരെ ഒരു സ്ഥാനമുണ്ട്. That we all know. So some economists like Pareto and all അവർ പറഞ്ഞിട്ടുണ്ട് economic phenomena എന്ന് പറഞ്ഞാൽ it's incomplete without studying sociology. When you study sociology, you have to study economics. But when you study economics, you have to study sociological insights. അപ്പോൾ ഇത് രണ്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്. അതുകൊണ്ടാണ് കാൾ മാർക്സിൻ്റെ തിയറിയൊക്കെ നമ്മൾ സോഷ്യോളജിയിലും പഠിപ്പിക്കും, എക്കണോമിക്സിലും പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ബിക്കോസ് ഇറ്റ് ഈസ് മോർ റെലവൻറ്റ് ഇൻ സോഷ്യോളജി ആൻഡ് ഓൾസോ ഇൻ എക്കണോമിക്സ്. ബിക്കോസ് എക്കണോമിക് തിയറീസ് ആർ വർക്കിംഗ് ഇൻ ദ പ്ലാറ്റ്ഫോം ഓഫ് സൊസൈറ്റിയിലാണ്. അതുകൊണ്ടാണ് രണ്ടും തിയറികൾ നമ്മൾ രണ്ട് സബ്ജക്ട്സിലും പഠിപ്പിക്കുന്നത്. സോ മെനി ഓഫ് ദ ക്ലാസിക് സോഷ്യോളജിസ്റ്റ് ഓഫ് എ 19th century were concerned about the changing economic and social worlds around them. So even though sociology did not have proper specializations, their concerns and questions were focused. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? ക്യാപിറ്റലിസം, ഇൻഡസ്ട്രിയലൈസേഷൻ, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ പേപ്പറിൽ കണ്ടതാണ്. മുതലാളിത്തം അല്ലെങ്കിൽ വ്യവസായവൽക്കരണം, അതാണ് നഗരവൽക്കരണം. സോ ക്യാപിറ്റലിസം, ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ, ഈ പ്രോസസ്സൊക്കെ സൊസൈറ്റിയിലാണ് നടക്കുന്നത്. സോ along with different forms of collective actions were major aspects of changing order and sociologist worries. Karl Marx argues that economy is an important aspect of social change and production. അതാണ് കാൾ മാർക്സ് പറയുന്നത്. കാൾ മാർക്സ് എപ്പോഴും എക്കണോമിക് ഫാക്ടറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. സോ മോർ ക്ലിയർലി, society is fundamentally organized around the economy and structure of the social classes depends upon the specific mode of production. While Max Weber ആണെങ്കിലോ the relationship between economic structure and social action, അതിനാണ് മാക്സ് വെബർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. മാർക്സ് എപ്പോഴും സമൂഹത്തിലെ അടിസ്ഥാന എക്കണോമിക് ഫാക്ടർ ആയിരുന്നു അല്ലെങ്കിൽ ആണ് എന്ന് തറപ്പിച്ചു പറഞ്ഞ ഒരു തിയറിസ്റ്റാണ് കാൾ മാർക്സ്. സോ but what did Max Weber do? He studied the relationship between economic structures and social actions. So the cultural factors play in shaping the അതാണ് മാക്സ് വെബർ. കൾച്ചറൽ ഫാക്ടർ ആണ് എക്കോണമീനെ ഷേപ്പ് ചെയ്തത്. ദാറ്റ്സ് വാട്ട് മാക്സ് വെബർ സേസ്. ഓരോ തിയറിസ്റ്റും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പല പല പോയിന്റുകൾക്കാണ്, അക്കോർഡിംഗ് ടു ദെയർ വ്യൂ പോയിന്റ്. അത്ര മനസ്സിലാക്കിയാൽ മതി. So it led him to stress the relevance of Protestant ethics, the emergence of spirit of capitalism. ഇത് രണ്ടും കൂടെ അഭേദ്യമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഇത് മാർക്സ് വെബറിൻ്റെ. ദാറ്റ് ഈസ് പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം ഈസ് കണക്റ്റഡ്. എം.എൽ. ഡർക്കെയിം ആണെങ്കിലോ ഹീ ഗീവ്സ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഫാക്ട്സ് ആൻഡ് ഓൾസോ ദ കളക്റ്റീവ്. എല്ലാ സൊസൈറ്റിക്കും ഒരു സമൂഹ മനസാക്ഷി എന്നൊക്കെ പറയുന്ന പോലെ ഒരു കളക്റ്റീവ് കോൺഷ്യസ് കോൺസൈൻസ് ഉണ്ടെന്നാണ് ഡർക്കെയിം പറഞ്ഞു വെക്കുന്നത്. ഇതൊക്കെ ആദ്യകാല തിയറിസ്റ്റാണ് കേട്ടോ സോഷ്യോളജിയിലെ. മാക്സ് വെബർ, ഡർക്കെയിം, ഫൗണ്ടിങ് ഫാദേഴ്സ്, കോംറ്റ്, സ്പെൻസർ, ഇവരെല്ലാം ആദ്യത്തെ തിയറിസ്റ്റാണ്. സോഷ്യോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ഏറ്റവും ആദ്യം പഠിക്കേണ്ട തിയറിസ്റ്റുമാരിൽ ചിലരാണ് ഇവരൊക്കെ.
So Durkheim was also interested to understand the specific dynamics of division of labor in modern societies. അതാണ് ഡർക്കെയിം പറഞ്ഞത്. ഡർക്കെയിമിൻ്റെ തിയറിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഓർഗാനിക് സോളിഡാരിറ്റി എല്ലാം നമ്മൾ പഠിക്കും. ബിക്കോസ് എല്ലാ സൊസൈറ്റി ഒരു സോളിഡാരിറ്റി അല്ലെങ്കിൽ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണല്ലോ സൊസൈറ്റി മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഇന്ന് മോഡേൺ സൊസൈറ്റി നമ്മൾ നോക്കി നമുക്ക് കാണാം വളരെയധികം സ്പെഷ്യലൈസേഷൻസ് ആണ്. ആൾക്കാർ ഡിഫറെൻറ്റ് വർക്ക് ചെയ്യുന്നു, പക്ഷേ ദർ ഇസ് എ യൂണിറ്റി ദാറ്റ് ഹി കോൾഡ് ഓർഗാനിക് സോളിഡാരിറ്റി. അതാണ് ഡർക്കെയിം പറഞ്ഞു വെച്ചിരിക്കുന്നത്. സോ ഹി സേസ് ദാറ്റ് with the growth of modern technology, society become differentiated and different forms of social cohesion emerge. അപ്പോൾ സ്പെഷ്യലൈസേഷൻസ് വന്നപ്പോൾ ഇന്ന് തന്നെ നമുക്കറിയാം അല്ലേ, പണ്ടൊരു ജനറൽ ഹോസ്പിറ്റൽ ഉണ്ട്. സോ വാട്ട് എവർ പ്രോബ്ലം യു ഹാവ് വിത്ത് ഐ, ഇയർ ഓർ ലെഗ് ഓർ ഹാൻഡ് ഓർ നോസ് ഓർ ഐസ്, വി ഗോ ടു ദാറ്റ് ഹോസ്പിറ്റൽ. ബട്ട് ടുഡേ വി സീ ദാറ്റ് ദർ ഇസ് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ഫോർ ഡീലിംഗ് വിത്ത് ഐ ഇയർ പ്രോബ്ലംസ് ഓർ ഓർത്തോപെഡിക്, ഗൈനക്കോളജി പ്രോബ്ലംസ്, ഇങ്ങനെ ഓരോന്നും സ്പെഷ്യലൈസേഷൻ. ബട്ട് സ്റ്റിൽ ദർ ഇസ് എ യൂണിറ്റി. അതാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത് സൊസൈറ്റിയിൽ. So social theory invented several categories like tradition, modern, status quo, etc. to capture the social upheaval with the coming to industrial and commercial revolutions. ഓരോ കാലഘട്ടത്തിലും ഓരോ വിപ്ലവങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് സമൂഹത്തിൽ ഇൻഡസ്ട്രി വന്നു, ഇൻഡസ്ട്രി റെവല്യൂഷൻ വന്നു, അതനുസരിച്ച് സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടായി അല്ലേ, വ്യവസായിക വിപ്ലവം വന്നപ്പോൾ. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ആശയങ്ങൾ വരികയും സമൂഹത്തിൻ്റെ മനുഷ്യരുടെ ചിന്താധാരയിൽ മാറ്റങ്ങൾ വരികയും അതനുസരിച്ച് അവരുടെ പ്രവൃത്തിയിലും ജീവിതത്തിലും മാറ്റങ്ങൾ വരികയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇഫ് യു റീഡ് ഫ്രം ദ ഹിസ്റ്ററി. സോ classical political economy and economic sociology combines the Marxian approach of political economy and class analysis with Weber's institution emphasis to explain the development of mode of economy. Durkheim helps to develop a structural approach കൊണ്ടുവരാൻ ഡർക്കെയിമിൻ്റെ സ്റ്റഡീസ് ഹെൽപ്പ് ചെയ്തു. അതായത് മാർക്കറ്റ് ബിഹേവിയർ, സ്ട്രാറ്റജീസ് ഓഫ് ദ ഫേംസ് എല്ലാം. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ പാഴ്സൺസ് ആൻഡ് പോളാനി have been instrumental in laying the field of economic sociology. അവരും ഇതിനെക്കുറിച്ചാണ് ഒരു പ്രത്യേക ഒരു എൻക്വയറി, ഒരു അന്വേഷണം അവർ നടത്തുവാണ്, എങ്ങനെയാണ് ഇക്കണോമിക് സോഷ്യോളജി ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്നത്. സോ ഇൻ ദ 19th century, economists were primarily concerned with the developing mathematical models, quantitative analysis, ഫണ്ടമെൻ്റൽ അസംഷൻസ് ഓഫ് മാർക്കറ്റ്സ്, ഇറ്റ്സ് ഫങ്ഷൻ. അപ്പം എക്കോണമി പറയുമ്പോൾ എപ്പോഴും നമുക്ക് മാർക്കറ്റ് പറയാതിരിക്കാൻ സാധിക്കും. ബിക്കോസ് അവിടെയാണല്ലോ എക്സ്ചേഞ്ച് ഓഫ് മണി നടക്കുന്നത്, എക്സ്ചേഞ്ച് ഓഫ് മണി വിത്ത് എക്സ്ചേഞ്ച് ഓഫ് പ്രോഡക്ട്സ്, മണി വിനിമയം, ഇതെല്ലാം ഈസ് കണക്റ്റഡ് വിത്ത് മാർക്കറ്റ്. സോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് ഓൾവേസ് കണക്റ്റഡ് വിത്ത് ദ മാർക്കറ്റ്. ഇപ്പോൾ സോഷ്യോളജിസ്റ്റ് പറയുന്നത് ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ മാർക്കറ്റ് ബിഹേവിയർ. ഓരോ കാലഘട്ടത്തിലും പൈസയുടെ പ്രാധാന്യം അല്ലെ വിനിമയ നിരക്ക് കൂടിയും കുറഞ്ഞും ഒക്കെ ഇത് മാർക്കറ്റിനെ ആശ്രയിച്ചാണ് അല്ലെ. കോവിഡ് വന്ന സമയത്ത് നമ്മൾ കണ്ടു സാമ്പത്തികത്തിലൊക്കെ വലിയ ഇടിവുണ്ടായിരുന്നു പല രാജ്യങ്ങളിലും. ബിക്കോസ് ബിസിനസ് നടക്കുന്നില്ല, എക്സ്ചേഞ്ച് നടക്കുന്നില്ല, ഉൽപാദനം കുറഞ്ഞു, എന്നിട്ടാണല്ലോ അത് വിറ്റ് വരവ് കുറയുന്നു. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വന്നു. സോ സൊസൈറ്റിയിലൊരു മാറ്റം വരുമ്പോൾ അത് മിക്കവാറും ഈ ഇക്കണോമിക് ഫാക്ടേഴ്സിനെ ഹെൽപ്പ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതാണ്. സോ വിത്ത് ദ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻസ്, many of the assumptions of the classical political economy as well as modernization theory have been challenged, and it has led to the reformation in the theories of economy and society. ഇതാണ് നമ്മൾ കണ്ടുവരുന്നത്. സോ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സൊസൈറ്റി, കൾച്ചർ ആൻഡ് ഇക്കോണമി? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇൻ വേരിയസ് ടോപ്പിക്സ്. ബിക്കോസ് കൾച്ചർ ഇൻ ദ സൊസൈറ്റി, കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് എവറിത്തിങ്. യുവർ ആക്ഷൻസ്, ദ വേ യു ഡ്രസ്, ദ ഫുഡ് യു ഈറ്റ്, ഇതെല്ലാം നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. ഡ്രസ്സായാലും ഇപ്പോൾ സൈക്കോളജിസ്റ്റുമാർ നമ്മുടെ ചിന്തകൾ പോലും നമ്മുടെ സംസ്കാരമാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ലവ് മാരേജ് ഇപ്പോഴും നമുക്ക് വി കനോട്ട് ആക്സെപ്റ്റ് ദാറ്റ്. സമയം വെസ്റ്റേൺ കൾച്ചറിലൊക്കെ അതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞിരുന്നു. അപ്പം
കൾച്ചർ അല്ലെങ്കിൽ സംസ്കാരം ഓരോ സൊസൈറ്റിയെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് നല്ലതാവാം ചീത്തയാകാം, ബട്ട് ദർ ഇസ് ഇൻഫ്ലുവൻസ്. അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. സോ economic sociology is not only a specialized paradigm to understand human actors situated in social contexts, but they respond to the taken for granted assumptions of neoclassical economic theory. There's a research aimed at establishing the links between economic and social phenomena. Economic phenomena and social phenomena തമ്മിൽ ഒരു ലിങ്ക് ഉണ്ട്. അത് നമുക്കറിയണ കാര്യം തന്നെയാണ്. So classical economic theory inspired by Adam Smith. He says that the stability of human nature and behavior. അതിനെക്കുറിച്ചാണ് അങ്ങേര് പറഞ്ഞു വച്ചിരിക്കുന്നത്. സോ ഇൻഡിവിജ്വൽസ് ആർ റേഷണൽ ആക്ടേഴ്സ് ആണ്, അത് നമുക്കറിയാം. They buy in the market. What they buy is based on the utility functions of that product. That's also true. നമുക്കിപ്പോൾ ഒരു സാധനം വേണമെങ്കിൽ അതിൻ്റെ യൂട്ടിലിറ്റി എന്തോരം ഉണ്ടെന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മളത് വാങ്ങുള്ളൂ. വെദർ ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ബൈ അസ്, അതാണ് അതിൻ്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഉപകാരപ്രദമാണോ, ഉപയോഗപ്രദമാണോ, എത്രമാത്രം ഉപയോഗം. നമ്മളൊരു സാധനം വാങ്ങുന്നതിന് മുമ്പ് വി ലുക്ക് ഓൾ ദ ഫീച്ചേഴ്സ്. നമ്മളൊരു വാഷിംഗ് മെഷീൻ മേടിക്കാൻ പോയി ഫോർ എക്സാമ്പിൾ ഇൻ ദ മാർക്കറ്റ്, നമുക്കത് എങ്ങനെയാണ് ഉപകാരപ്രദമാകുന്നത്, എത്ര തുണിയുണ്ട്, എത്ര ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ട്, അപ്പം എത്ര വലിപ്പം വേണം. സോ ദാറ്റ് ഈസ് കോൾഡ് ദ യൂട്ടിലിറ്റി. അപ്പം ആ യൂട്ടിലിറ്റീനെ ഡിപ്പെൻഡ് ചെയ്താണ് മാർക്കറ്റിലെ കാര്യങ്ങൾ നടക്കുന്നത്. സോ അതാണ് ഇങ്ങനെ പറഞ്ഞു വെച്ചത്. സോ സോഷ്യോളജിസ്റ്റ് ദെൻ റെസ്പോണ്ട് ടു ദിസ് അസംപ്ഷൻ ബൈ ആർഗ്യൂയിങ് ദാറ്റ് there are social and cultural contexts within which individuals act. That's also true. കൾച്ചറൽ കോണ്ടെക്സ്റ്റിലും സോഷ്യൽ കോണ്ടെക്സ്റ്റിലുമാണ് ആൾക്കാരുടെ ആക്ഷൻസ് വരിക. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡിഫറെൻറ്റ്, ഇറ്റ് ക്യാൻ ഡിഫർ. നമ്മുടെ ആക്ഷൻസ് കൾച്ചറൽ കോണ്ടെക്സ്റ്റും സോഷ്യൽ കോണ്ടെക്സ്റ്റും അനുസരിച്ച് മാറുന്നു, അതും സത്യമാണ്. സോ ഇൻഡിവിജ്വൽ ആക്ഷൻസ് കനോട്ട് ബി കമ്പയർഡ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ മാക്സ് വെബർ പറയുന്നത് എന്താണ്? സോഷ്യൽ ആക്ഷൻ ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ 3 ways. നമ്മുടെ സോഷ്യൽ ആക്ഷൻസ് 3 വിധത്തിൽ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. എന്തൊക്കെയാണ്? ട്രഡീഷൻ, വെരി ട്രൂ, എഫക്റ്റ് ആൻഡ് റേഷണൽ, ലീഗൽ. ബോർഡോ പറയുന്നത് എന്താണ്? ഈസ് ഓൾസോ തിയറിസ്റ്റ്, മോഡേൺ തിയറിസ്റ്റിലുള്ള ഒരാളാണ്. Individual taste is not just a reflection of moral aesthetics. Rather, taste is grounded substantially in the locations of social class. ഇനി നമ്മൾ പണ്ടത്തെയും ഇപ്പോഴത്തെയും urban എന്ന് പറഞ്ഞാൽ നഗരം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. പണ്ട് നമുക്ക് നഗരങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എത്ര വർഷങ്ങളും BC-യിലുള്ളതാണ്. ഇറ്റ് ഈസ് നോൺ എസ് എ വെൽ ഡെവലപ്ഡ് urban civilization which had a broad rural agrarian base വെച്ചിട്ടുള്ള ഒരു നഗരം പണ്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ആർക്കിയോളജിസ്റ്റുമാരെ എക്സ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ അവർ സ്റ്റഡി ചെയ്ത് പറഞ്ഞത് കുറേ നഗരങ്ങളുണ്ടായിരുന്നു ഇൻ ഇൻഡസ് വാലി, ലൈക്ക് ഹാരപ്പൻ, മൊഹൻജദാരോ. അതിപ്പോൾ പാകിസ്ഥാൻ ആ ഏരിയയിലാണ്, ലോതൽ, കാലിബാൻ, ബാൻവാലി ഇൻ ഇന്ത്യ. ബട്ട് ദ ഓൺസെറ്റ് ഓഫ് ദ ഋഗ്വേദിക് പീരീഡ് വന്നപ്പോൾ കംപ്ലീറ്റ് ബ്രേക്ക് വിത്ത് ഏർലിയർ അർബൻ. അവിടെ ഒരു ബ്രേക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ കുഴിച്ചെടുത്ത സാധനങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ്. സോ ദേ സെറ്റിൽഡ് ഇൻ വില്ലേജസ് ആൻഡ് അഗ്രികൾച്ചർ ബിക്കെയിം ദെയർ മെയിൻ ഓക്യുപ്പേഷൻ ഡ്യൂറിങ് ദ വേദിക് പീരീഡിൽ. അഗ്രികൾച്ചർ ആയിരുന്നു ആ സമയത്ത് ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ. സോ വി ഹിയർ ഓഫ് 60 towns in the contemporary literature, including the famous ones such as രാജഗൃഹ, പട്ടലിപുത്ര, ശ്രവസ്തി, കോസാംബി, വാരണാസി, ഇങ്ങനത്തെ ഉള്ള കുറേ പട്ടണങ്ങളുണ്ടായിരുന്നു. ടൗൺസ് ആൻഡ് സിറ്റീസ് കണ്ടിന്യൂ ടു പ്രോസ്പർ ഡ്യൂറിങ് ദ മൗര്യ ആൻഡ് പോസ്റ്റ് മൗര്യ രാജഭരണക്കാരുടെ സമയത്താണ് ഇവരെല്ലാം ഫ്ലറിഷ്. ആൻഡ് ഓൾസോ ഗുപ്ത, അത് കഴിഞ്ഞപ്പോൾ ഗുപ്ത ഡൈനാസ്റ്റി വന്നു. ഹിസ്റ്ററിയിൽ നമ്മളിതെല്ലാം പഠിക്കുന്നുണ്ട്, ഓരോരോ രാജാക്കന്മാർ ഭരിച്ചതും ഇന്ത്യനെ ഭരിച്ചിരുന്നത് നേരത്തെ എല്ലാം. സോ ആൻഡ് ദ കൺട്രി ടു അണ്ടർഗോ പ്രോസസ് ഓഫ് urban decay ഇൻ ദ പോസ്റ്റ് ഗുപ്ത പീരീഡ് വന്നപ്പോൾ ഈ നഗരങ്ങൾക്ക് അധികം ഒരു നിലനിൽപ്പില്ലാണ്ടായിരുന്നു. സോ ദിസ് ട്രെൻഡ് ഗോട്ട് റിവേഴ്സ് ഓൺലി ഫ്രം ദ 9th century ഓൺവേർഡ്സ്. അതാണ്. അപ്പം അർബൻ എക്കോണമിയിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ട്രേഡ്, വ്യവസായം, കച്ചവടം,
ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്, ഗിൽഡ് സിസ്റ്റം, ഒരു ഗ്രൂപ്പുകാർ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി വിൽക്കുക, അതാണ് ഗിൽഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് സോഷ്യൽ ക്ലാസ്സസ്. അപ്പോൾ എന്താണ് ട്രേഡ് ആൻഡ് കോമേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ആസ് വി നോ, നോൺ അഗ്രികൾച്ചർ ഓക്യുപ്പേഷൻസ് ആർ ദ പ്രീഡോമിനൻറ്റ് ഫീച്ചർ ഓഫ് അർബൻ ഇക്കോണമി. അർബൻ ഇക്കോണമിയുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം അല്ലെങ്കിൽ നേച്ചർ ആണല്ലോ നോൺ അഗ്രികൾച്ചർ ഓക്യുപ്പേഷൻ. അതപ്പോഴാണ് ട്രേഡ് ആൻഡ് കോമേഴ്സ്. അഗ്രികൾച്ചർ മാത്രമല്ല, ഇതിൻ്റെ കൂടെ ട്രേഡ് ആൻഡ് കോമേഴ്സ് ഓൾസോ are the important activities. So evidence of both external and internal trade in the ancient period are found in the contemporary literature. അപ്പോൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിവ് കിട്ടുന്നത്? പഴയ ആൾക്കാർ എഴുതി വച്ചേക്കുന്ന ലിറ്ററേച്ചറിൽ നിന്നും, പിന്നെ അതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ മണ്ണിലൊക്കെ മൂടിയൊക്കെ കിടക്കുമല്ലോ. അപ്പോൾ അതെല്ലാം സ്റ്റഡി ചെയ്താണ് ആർക്കിയോളജിസ്റ്റുമാർ ഇങ്ങനെ ഒരു കൺക്ലൂഷനിലെത്തണം. So trade and commerce witnessed both the periods of prosperity and decline. Same was the case with regard to towns and cities in ancient India. Internal trade was carried on by merchants in urban manufactures and food grains. The use of metallic coins since the age of Buddha promoted economic transactions. India's network of external trade covered distant lands like കച്ചവടം പുറം രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് അന്നേ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ലൈക്ക് റോം, അറേബ്യ, പേർഷ്യ, ചൈന, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഇങ്ങനെ. അപ്പോൾ ലക്ഷറി ഗുഡ്സൊക്കെ ഒരു പ്രധാനപ്പെട്ട ഐറ്റം ആയിരുന്നു കച്ചവടം. They comprise the products of crafts such as fine handicraft, urban economy goods, ivory objects, sports, etc. Foreign trade was in favor of India. The Roman writer Pliny was forced to lament that Rome was being drained of gold on account of her trade with India. അങ്ങനെ അവർക്കും ഇന്ത്യയുമായിട്ട് ട്രേഡ് ഉണ്ടായിരുന്നു. ഇനി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്താണെന്ന് നോക്കാം. അതിലും നമ്മുടെ ആൾക്കാർ ഫേമസ് ആയിരുന്നു എന്നാണ് നമ്മൾ ഹിസ്റ്ററി വായിക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇന്നിപ്പോൾ നമുക്കറിയാം അല്ലേ, ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തും സ്ത്രീകൾ വരെ ഇത് ഭംഗിയായിട്ടാണ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, കൈകൊണ്ട് തയ്ച്ച് മുത്തുകളും മറ്റ് അലങ്കാരിക പണികളൊക്കെ ചെയ്ത്. ഹൗ ദേ മേക്ക് ബ്യൂട്ടിഫുൾ ഡ്രസ്സസ്, സൽവാസ്, ബ്ലൗസസ്, ഓർണമെൻറ്റ്സ് എല്ലാം ഉണ്ടാക്കുന്നുണ്ടല്ലോ, നമുക്കറിയാം. ആൻഡ് എ ലാർജ് പീപ്പിൾ വർ എൻഗേജ് ഇൻ ദിസ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ജോലി കിട്ടുന്നതായിരുന്നു. അതിലെന്തൊക്കെയാണ്, വുഡ് വർക്കേഴ്സ് ഉണ്ടായിരുന്നു, സ്മിത്സ് ഉണ്ടായിരുന്നു, ലെതർ വർക്കേഴ്സ് ഉണ്ടായിരുന്നു, പോട്ടേഴ്സ് ഉണ്ട്, ഐവറി വർക്കേഴ്സ് ഉണ്ട്, വീവേഴ്സ്, പെയിൻറ്റേഴ്സ്, എക്സെട്ര. സോ ദീസ് ക്രാഫ്റ്റ്സ്മാൻ വർ സോഷ്യലി ഓർഗനൈസ്ഡ് ഇൻ ടു വേരിയസ് കാസ്റ്റ്. എൽഡേഴ്സ് ട്രെയിൻഡ് ദ യങ്ങർ മെമ്പേഴ്സ് ഹെറിഡിറ്ററി കാസ്റ്റ് ഓക്യുപ്പേഷൻ. പരമ്പരാഗതമായിട്ട് പല ആൾക്കാരും അവരവരെ കുലത്തൊഴിലെന്ന് പറയും അത് ചെയ്തുകൊണ്ടിരുന്നു. ചിലപ്പം കുടം മൺച ഉണ്ടാക്കുന്നവർ തലമുറ അത് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ലൈക്ക് ദാറ്റ് ദേ മെയ്ഡ്. So a remarkable feature of the organization of the urban economy was the prevalence of the guild system. ശ്രേണി എന്ന് പറയും. അതുപോലെ ജജമാനി സിസ്റ്റം എന്ന് പറഞ്ഞൊരു ജജമാൻ ഉണ്ടാവും, അയാളുടെ കീഴിൽ കുറേ ആൾക്കാർ വർക്ക് ചെയ്യാനുണ്ടാവും. അതാണ് ജജമാനി സിസ്റ്റം. അത് ശരിക്കും ഗ്രാമങ്ങളിലാണ് കൂടുതലും കണ്ടുവന്നിരുന്നത്. അർബൻ ക്രാഫ്റ്റ്സ്മാൻ ഉണ്ട്, അർബൻ ഏരിയയിൽ ഉണ്ടായിരുന്നു. ആൻഡ് ക്രാഫ്റ്റ് ആൻഡ് ഓൾസോ ഓരോ ട്രേഡ് അനുസരിച്ച് ഓരോ ഗിൽഡ് ഫോം ചെയ്തു. ദാറ്റ്സ് കോൾഡ് ട്രേഡ് ഗിൽഡ്സ്. സോ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. സോ മെമ്പേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ ഗിൽഡ് ബിലോങ് ടു ദ സെയിം ക്രാഫ്റ്റ് ഓർ ട്രേഡ്. ദർ വർ ഗിൽഡ്സ് ഓഫ് പോട്ടേഴ്സ് ഉണ്ടായിരുന്നു, സ്മിത്സ് ഉണ്ടായിരുന്നു, വീവേഴ്സ് ഉണ്ടായിരുന്നു, ഐവറി വർക്ക് ചെയ്യുന്ന ആൾക്ക്, അങ്ങനെ പല തൊഴിൽ ചെയ്യുന്നവർ ഓരോരോ ഗിൽഡ് ഫോം ചെയ്തിരുന്നു. So these guilds plays a very important role in organizing production and shaping public opinion. പ്രൊഡക്ഷൻ, അവർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യുന്നതിനും ഈ ഗിൽഡ്സിന് വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു. So the vast majority of the artisans joined guilds because these bodies provided them security from competitors. The guilds fixed roles of work and the quality of the finished product and its price to safeguard both the artisan and the customer. അപ്പോൾ വില ഫിക്സ് ചെയ്ത് ആർട്ടിസൻ്റെ അവരുടെ ജോലിക്ക് അവർക്ക് കൂലി കിട്ടണം, അത് സംബന്ധിച്ച് കസ്റ്റമർക്ക് അത് മേടിക്കാനും പറ്റണം. ആ വിധത്തിലായിരുന്നു അവർ സാധനങ്ങൾ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്തിരുന്നത്. സോ ദേ ഓൾസോ കൺട്രോൾഡ് ദ പ്രൈസസ് ഓഫ് മാനുഫാക്ചർ പ്രോഡക്ട്സ്. അവരുടെ രൂപ ഒരുപാടായാൽ കച്ചവടം നടക്കില്ല. സോ ദേ കൺട്രോൾഡ്
the prices of manufactured products. So now we'll pass on to the theories, how these theories influence the society or social life. അല്ലെങ്കിൽ സോഷ്യോളജി പഠിക്കുമ്പോൾ നമ്മൾ ഈ തിയറീസ് എങ്ങനെയാണ് സോഷ്യോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് നമുക്ക് കാണാം. So there are various traditions of explaining the dynamics of economy and social life in sociology. The early approaches of economic sociology can be classified broadly in three types. The first approach, following Marx's dialectical method of understanding the modes of production, explains the larger social structure dynamics of relations formed around material. എപ്പോഴും കാൾ മാർക്സ് മെറ്റീരിയൽ ലൈഫിനാണല്ലോ ഇമ്പോർട്ടൻസ് കൊടുത്തത്. It significantly accommodates Weber's stress on the study of organization. So, analyzes the interaction between organizations and social actors like state, social classes. എല്ലാം നമ്മൾ ഈ തിയറികളിൽ പഠിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. The second approach of economic sociology എന്ന് പറയുന്നത് നെറ്റ്വർക്ക്സ് ഇൻ ദ ഇക്കോണമി. ആൾക്കാർ എക്കണോമിക് തിയറീസ് എങ്ങനെ സൊസൈറ്റീനെ അഫക്റ്റ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഇതിൽ നെറ്റ്വർക്ക്സ് അതും നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്. സോ ഇൻസ്പയർഡ് ബൈ ദ എലൈറ്റ് സ്റ്റഡീസ്, ദിസ് അപ്രോച്ച് analyzes the elite relations with each other and their access and monopoly over the social resources. How do several economic elites from alliance with social and political leaders? How does this alliance shape national policies and business deals? A third way to study the economic life is the institutional approach. ഡെർക്കൈമിൻ്റെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോഷ്യൽ മിത്സ്, ബിലീഫ്സ്, ഐഡിയോളജീസ്, സോഷ്യൽ കൺസ്ട്രക്ഷൻ, ഇതെല്ലാം വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. സോ ദി കാൾ മാർക്സ് എന്താ, ദാറ്റ് ഹിസ് പീരീഡ് വാസ് ഫ്രം 1818 to 1883. സോ ഇൻ്റലക്ച്വൽ റൈറ്റിങ്സ് ഓഫ് എക്കണോമിക് സോഷ്യോളജി എന്താന്ന് നമുക്ക് നോക്കാം. മാർക്സ് ആണ് സെൻട്രൽ ക്വസ്റ്റ്യൻ ഓഫ് എക്കണോമിക് സോഷ്യോളജി കൊണ്ടുവന്നത്. ഈ labor is the most important existential condition of human society and all other activities are organized around it. ഇങ്ങനെ പറയുന്നത് വർക്ക് ഓർ ലേബർ, അതിനെ ആശ്രയിച്ചാണല്ലോ എക്കണോമിക് ആക്ടിവിറ്റി വരുന്നത്. അതിൻ്റെ അകത്ത് എന്താണ് പ്രധാനം? കാൾ മാർക്സ് പറയുന്നത് ക്യാപിറ്റൽ, മൂലധനം. He criticized the classical economists for their inability to adequately describe the conflict between the capitalist and the. അപ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റിക് സൊസൈറ്റിയിൽ ക്യാപിറ്റലിസ്റ്റ് മൂലധനം ഇറക്കുന്നു, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൽ ലേബേഴ്സ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പണിയെടുക്കുന്ന ആരാണ്? ഇറ്റ്സ് നോട്ട് ദ ക്യാപിറ്റലിസ്റ്റ്, ഇറ്റ്സ് ദ ലേബറേഴ്സ് ഓർ ദ വർക്കേഴ്സ്. ബട്ട് ദ പ്രോഡക്റ്റ് ഇസ് ബീങ് ഏലിനേറ്റഡ് ഫ്രം ദം. പ്രൊഡക്റ്റ് അവരിൽ നിന്ന് എടുക്കപ്പെടുന്നു. അവർക്കൊരു കുറഞ്ഞ ഒരു പൈസ കൊടുത്തുന്ന ഒരു കുറഞ്ഞ കൂലി കൊടുക്കുന്നു. മെയിൻ പ്രോഫിറ്റ് ക്യാപിറ്റലിസ്റ്റ് എടുക്കുന്നു. ആൻഡ് സോ ഹി സേസ് ദാറ്റ് ദർ ഇസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ദ ലേബറേഴ്സ്. അതാണ് അങ്ങനെ പറഞ്ഞാൽ. ഇത് എന്നും നിലനിൽക്കും. ചില സമയം നമുക്ക് ശരിയാണെന്ന് തോന്നും അല്ലേ, ഇപ്പോഴും വി ക്യാൻ സീ ദാറ്റ്. പക്ഷെ ഇപ്പോൾ നന്നായി പൈസ കൊടുത്താലേ ആൾക്കാർ കിട്ടുള്ളൂ അല്ല, അതൊരു വേറെ കാര്യം. പക്ഷെ അന്നത്തെ കാലത്തെ വെച്ചിട്ടാണ് കാൾ മാർക്സ് തിയറി ഉണ്ടാക്കിയത്. സോ ഈ ഓൾസോ സേസ് ദാറ്റ് ദിസ് ഫേമസ് കോട്ട് ഈസ് ദാറ്റ് quotation is that laborers all over the world unite, for you have nothing to lose but only yours. എല്ലാവരും യോജിക്കണം. Because he says that these laborers or the workers have been exploited by the capital. അവർ ചൂഷണം ചെയ്താണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പ്രോഫിറ്റ് മുഴുവൻ മേജർ പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഈസ് ബീൻ ടേക്കൺ ബൈ ദ ക്യാപിറ്റലിസ്റ്റ്. അപ്പോൾ അങ്ങനെ പറയുന്ന ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ദ ലേബേഴ്സ്, ബൂർഷ്വായിസ് ആൻഡ് ദ പ്രോളിറ്റേറിയൻസ്, ഇങ്ങനെ രണ്ട് ക്ലാസ് ഇന്ന് സൊസൈറ്റിയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ലേബറേഴ്സൊക്കെ ദേ ആർ വെരി കോൺഷ്യസ് അബൌട്ട് ദെയർ റൈറ്റ്സ് അല്ലേ. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ, എസ്പെഷ്യലി ഇൻ കേരള. ബാക്കിയുള്ളടത്തൊക്കെ പിന്നെയും കുറവാന്ന് തോന്നും. നമുക്കിവിടെ വിദ്യാഭ്യാസം എല്ലാം വന്നതോടുകൂടി ആൾക്കാർക്ക് കുറേയും കൂടി ബോധമാണ് അബൌട്ട് ദെയർ റൈറ്റ്സ് അല്ലേ. ഇപ്പോൾ ഒരു ദിവസത്തിന് നമ്മൾ 1000 rupees കൂലി കൊടുക്കേണ്ട ഒരവസ്ഥയാണ് അല്ലേ കേരളത്തിൽ. So that's what Karl Marx says. He focused on the question of ownership
ഓണർഷിപ്പ് ആർക്കാണ്? ക്യാപിറ്റലിസ്റ്റിനാണ്. In the means of production and wage labor as mechanisms regulating the production of goods and the distribution of incomes. Marx at ഒരു dialectical vision ആണ് കാൾ, and he's been influenced by the German philosopher Hegel to explain the class formation and the social transformation. So capitalism would generate a growing polarization between the social classes, and this would lead to the progressive intensification of conflict, which in turn would lead to the overthrow of all forms of പഴയ കാലത്തിലുള്ള എക്കണോമിക് ഓർഗനൈസേഷനൊക്കെ ഓവർത്രോ ചെയ്യും എന്നാണ് കാൾ മാർക്സ് പറഞ്ഞു വെച്ചത്. So his pessimistic prognosis regarding the ability of capitalist economies to continue producing and distributing wealth, പൈസ ഉണ്ടാക്കുകയും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ അവിടെ എല്ലാം കാൾ മാർക്സ് പറഞ്ഞു വെച്ചേക്കണത് എന്താണെന്ന് വെച്ചാൽ ക്രിയേഷൻ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ വർക്കിംഗ് ക്ലാസ് ആണ്. അത് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ദ ഇക്കോണമി ത്രൂ ദ ക്രിയേഷൻ ഓഫ് സർപ്ലസ് വാല്യൂ ആൻഡ് പ്രോഫിറ്റ്. ഇൻ ക്യാപിറ്റൽ ഇങ്ങനെ കുറേ ബുക്സ് ഉണ്ടല്ലോ. ഈ ഡെവലപ്പ് ദ പ്രീസപ്പോസിഷൻസ് ലൈയിങ് ബിഹൈൻഡ് ദിസ് ക്രിറ്റിസിസം ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി. ഇങ്ങനെ പറയുന്നത് സൊസൈറ്റിയിലത്തെ ഏറ്റവും അടിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ബേസ് ആയിട്ടുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ എപ്പോഴും ഇക്കോണമിയാണ്. ബാക്കിയെല്ലാം എഡ്യൂക്കേഷനും ബാക്കി എല്ലാ സാധനങ്ങളും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഫാമിലി എല്ലാം ഇതിൻ്റെ മുകളിൽ സൂപ്പർ സ്ട്രക്ചറായിട്ടാണ് വരുന്നത്. എല്ലാത്തിൻ്റെയും ബേസ് ഇക്കോണമിയാണ്. മെറ്റീരിയലിസ്റ്റിക് വ്യൂ പോയിന്റ് ആണ് കാൾ മാർക്സ് എപ്പോഴും പറഞ്ഞു വെച്ച കാര്യം. However, in a competitive situation, individual capitalist entrepreneurs have an interest in introduce new machines, thereby increasing fixed capital at the expense of labor. In this way, they reduce the cost of labor and enjoy greater profits until other capitalists are pushed into introducing the same innovations. Two main consequences ഉണ്ട്. First, it leads to unemployment and worsens the living conditions of the working class. ഇതിനകത്ത് രണ്ട് എഫക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് കോൺസിക്വൻസസ് ഉണ്ടെന്നാണ് ഇങ്ങനെ പറയുന്നത്. സംടൈംസ് ഇറ്റ് ലീഡ്സ് ടു അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് വേഴ്സൺസ് ദ ലിവിങ് കണ്ടീഷൻസ് ഓഫ്. പുതിയ മിഷൻസ് വരുമ്പോൾ ഉള്ള ഒരു കാര്യമാണ് ഇങ്ങനെ പറയുന്നത്. ഫോർ ദ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ടു ഫോൾ, പ്രോഫിറ്റ് ചിലപ്പോൾ കുറയാം. റെഡ്യൂസിങ് സ്റ്റിമുലസ് ടു പ്രൊഡക്ഷൻ. സോ പ്രോഫിറ്റ് ഇൻ കാൾ മാർക്സിൻ്റെ വ്യൂ പ്രകാരം പ്രോഫിറ്റ് എന്ന് പറയുന്നത് എക്സ്പ്ലോയിറ്റേഷൻ വഴി ഉണ്ടാക്കുന്ന സാധനം. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ ലേബറേഴ്സ്. ദാറ്റ്സ് വാട്ട് കാൾ മാർക്സ് സേസ്. ഹി ഓൾവേസ് സ്റ്റുഡ് ഫോർ ദ വർക്കിംഗ് ക്ലാസ് ഓർ ദ പ്രൊലറ്റേറിയൻസ് ഓർ ദ ഹാവ് നോട്ട്സ്. രണ്ട് തരം ആൾക്കാർ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ ക്യാപിറ്റലിസ്റ്റ്. സോ he demonstrated the growing 18th Brumaire of Louis Bonaparte. He demonstrated the growing differentiations in the class structure and the autonomous influence of culture and politics on the consciousness and action of social classes. He also believed, after the legacy of the classical economists, that the mechanisms of the competitive market inevitably led to the spread of capitalist mode of production, reducing differences between. ഇതാണ് ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്ന തിയറി. യു ഹാവ് ടു റീഡ് സം മോർ ബുക്സ് ഇഫ് യു വാണ്ട് ടു എക്സ്പ്ലെയിൻ ഓൺ ദ ക്യാപിറ്റലിസം ആൻഡ് ദ തിയറീസ് ഓഫ് ക്ലാസ് സ്ട്രഗിൾ. കുറച്ചും കൂടെ ബുക്സ് യു ക്യാൻ റെഫർ, യു വിൽ ബി ഗെറ്റിംഗ് ഇൻ ദ ഓൺലൈൻ. എന്നാലത് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ടു റൈറ്റ് ദ തിയറി ഓൺ ദ ക്ലാസ് സ്ട്രഗിൾ വേണമെങ്കിൽ ചോദിക്കാം. And how it affects society, how it is connected with the social relations എന്നുള്ളത് കുറച്ചും ബുക്സും കൂടെ വായിച്ച കുറച്ചും കൂടെ will be clearer for you. Now we'll pass on to the Max Weber. His research raised important theoretical questions about economic sociology. Protestant Ethics and Spirit of Capitalism അയാളുടെ ഫേമസ് ബുക്കും ഫേമസ് തിയറിയാണ്. ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ misunderstood social and cultural context എന്നാണ് പറയുന്നത്. He investigates the cultural values of money. He gives not to the money aspect or something like that. Cultural valuesum ഹാർഡ് വർക്കും തമ്മിലൊക്കെ ബന്ധമുണ്ടെന്ന് അങ്ങനെ പറയുന്നത്.
Persistent ethics inspired by Calvinism had played a crucial role in the formation of capitalist ideas. According to him, the doctrine of predestination have primed many people to the sign of being chosen in terms of their material prosperity. ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഹാർഡ് വർക്ക്. സോ ഇറ്റ് ഈസ് സംടൈംസ് കണക്റ്റഡ് വിത്ത് ദെയർ ബിലീഫ്സ്. അതാണ് പറയുന്നത്. Seeing the work as a major symbol of their destiny. Following the Calvinistic principle of hard work, people started forming their own criteria and devised ways to become the അവർ തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവർ തന്നെ വിശ്വസിച്ചു അവരൊരു ചോസൺ വൺസാണ്. സോ ഹു വർക്ക്ഡ് ഹാർഡ് ആർ പയസ് ഓണസ്റ്റ്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അവർക്ക് കിട്ടും. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നതും മനസാക്ഷിയോടെ ജീവിച്ച് നന്നായിട്ട് സംതിങ് വി ഓൾസോ ബിലീവ് ഇൻ ദാറ്റ് അല്ലേ. അപ്പോൾ ആ ബിലീഫ് അതാണ് കൾച്ചർ എന്ന് പറയുന്നത്. ആ കൾച്ചറൽ ബിലീവ്സ് ഇവരുടെ പ്രൊഡക്ഷനെ ബാധിക്കുന്നു. ദാറ്റ്സ് വാട്ട് മാക്സ് വെബർ സൈസ്. അതാണ് ഇങ്ങനെ പറയുന്നത്. സോ വർക്ക് ബിക്കേം എ കോളിംഗ് ആൻഡ് ബീങ് ഫ്രൂഗൽ റേസ് ദ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്. ഒരാൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്ന അനുസരിച്ചാണല്ലോ അയാളുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് വരുന്നത്. So the spirit of capitalism did not only involve the search for profit as an ethical duty, but also a commitment to the productive use of capital and condemnation of luxury goods and pleasures. Weber argues that this logic became the bedrock of the അങ്ങനെയാണ് ഈ ക്യാപിറ്റലിസം എമേർജ് ചെയ്തതെന്ന് ഇങ്ങനെ പറയുന്നു. So it weaves the historical complexity of the cultural context of Europe. ഇതിൻ്റെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് വെച്ചിട്ടാണ് ഇങ്ങനെ തിയറി ഫോം ചെയ്തേക്കുന്നത്. സോ ഓൺട്രപ്രണറിയൽ ആക്ടിവിറ്റി ഷുഡ് നോട്ട് ബി സീൻ ആസ് എ കോൺസ്റ്റന്റ്, ആസ് എ വേരിയബിൾ ദാറ്റ് ഡിപ്പെൻഡന്റ് ഓൺ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ കോണ്ടെക്സ്റ്റ്. ഹി ബിലീവ് ദാറ്റ് an appropriate institutional framework was necessary. ഒരു സ്ട്രക്ചർ വേണം എന്തിനാ? ഫോർ ദ സ്ഫിയർ ഓഫ് പ്രൊഡക്ഷൻ ആസ് വെൽ ആസ് ഫോർ ലേബർ ആൻഡ് ഫൈനാൻസ്. ഇറ്റ് വാസ് ഓൺലി ഇഫ് ദീസ് സെറ്റിംഗ്സ് കുഡ് സപ്പോർട്ട് ദ ഗ്രോത്ത് ഓഫ് entrepreneurship that economic development could be generated. Weber's discovery of entrepreneurship in the course of his research on German society pushed him to consider the macro-sociological problems of the origin of capitalism. Origin of capitalism ഈ ഫാക്ടേഴ്സും ഈ കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തിട്ടാണെന്നാണ് മാക്സ് വെബർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സോ ഈ കോൺട്രിബ്യൂട്ടഡ് ഹിസ് ക്ലാസ് ഫോർമുല ടു എക്കണോമിക് സോഷ്യോളജി ആസ് വെൽ. അപ്പോൾ now we'll pass on to the Emile Durkheim. Durkheim എന്താണ് പറഞ്ഞു വെച്ചേക്കുന്നത്? Social institutions like norms and values. Such ideas have significantly influenced segments of economic theory and research to the point that some modern economic social regard him as the father of economic sociology. Durkheim and Weber both made unsuccessful efforts to mobilize scholarship for economic sociology. He criticized economists outrightly, unlike Weber, for their tendency to isolate everything from what they consider social aspects. Durkheim studied the emergence of industrial societies and aimed to provide sociological explanation of transformations in community ലൈഫിൽ വന്ന ട്രാൻസ്ഫോർമേഷന് സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ഒരു വിവരണം അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനാണ് എമൈൽ ഡർക്കെയിം ശ്രമിച്ചിരുന്നത്. ഈ സ്റ്റഡീസ് ദ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എങ്ങനെയാണ് എമേർജ് ചെയ്തത് അതിനെപ്പറ്റിയാണ് ഡർക്കെയിം പറയുന്നത്. True to sociologism, society as so generously, he analyzed the changes in what he called social density. The division of labor in society, Durkheim claimed that with the advancement in technology and formation of towns, several groups of people came together with profound consequences. അവരെങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് സോഷ്യലൈസ് ചെയ്യുന്നത്, ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സോ വാട്ട് പീപ്പിൾ ഡു, ദേ സ്റ്റാർട്ടഡ് ഡെവലപ്പിംഗ് സ്കിൽസ്. ഓരോരുത്തർക്കും ഓരോ സ്കില്ലുണ്ടല്ലോ. as it was no longer possible to do all kinds of tasks unlike pre-industrial period പോലെ അല്ല ഇൻഡസ്ട്രിയൽ പീരീഡിലോട്ട് വന്നപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടാസ്ക് ഉണ്ട്. ഇപ്പോഴും നമ്മളതാണല്ലോ ഓരോ സ്പെഷ്യലൈസേഷൻ ഉണ്ട് ഓരോ ലേബറിന്. ബട്ട് സ്റ്റിൽ ദർ ഈസ് യൂണിറ്റി. അതാണ് ഡർക്കെയിം പറഞ്ഞുകൊണ്ട് വരുന്നത്. With the process of industrialization, urbanization, people became occupied in particular kinds of tasks and increased their interdependence on each. They do different types of tasks, but they are interdependent. That's what Durkheim giving importance. Social differentiation ഉണ്ട്. അതിനെ ഡർക്കെയിം അതിലൊരു യൂണിറ്റി ഉണ്ട്. അതിനെ ഡർക്കെയിം പറയുന്നത് there is organic solidarity in modern society ആണ്. ഇപ്പോഴും നമുക്കത് കാണാൻ സാധിക്കും. ഈവൻ ടുഡേയ്സ് സൊസൈറ്റി വി സീ ദാറ്റ്
they work in different specialized, do specialized activity, but there is a unity in the so. But Durkheim provided a critique of utilitarian economists who were harping on the racial action. Modern society also underwent shift in terms of their law. അപ്പോൾ മോർ ഇൻഡിവിജ്വലിസം കൺസെപ്ഷൻ്റെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ മോർ ഇൻഡിവിജ്വലിസം വരുന്നുണ്ട്. His first important contribution was that criticize economics theory of action. അങ്ങനെ അതിനെ ക്രിട്ടിസൈസ് ചെയ്തു. ആൻഡ് abnormal forms of division of labor. He widened his intellect interest to new പുതിയ സബ്ജക്ട്സ് ഇങ്ങനെ പറയാൻ തുടങ്ങി. These institutional factors affected economic development and were in turn affected by them. ട്രഡീഷണലായിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ അന്നും ഡിവിഷൻ ഓഫ് ലേബർ അധികം ഇല്ല. എല്ലാവരും ഏകദേശം ഒരേ പണി ചെയ്യുന്നു, ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, വീണ്ടും ഒരേ പണി ചെയ്യുന്നു. ഇപ്പോൾ ഹണ്ടിങ് ഗ്യാദറിങ് എന്നൊക്കെ പറയും, ഫുഡ് ഗ്യാദറിങ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഫിഷിങ് ചെയ്യുന്നു, ഏകദേശം ഒരേ പണി. അപ്പോൾ അവിടെ ഡിവിഷൻ ഓഫ് ലേബർ ഇല്ല. അതാണ് ഡെക്കൻ പറയുന്നത്. He found his argument untenable because single individuals could not easily predict or understand the advantage of greater productivity and well-being. The reasons for the division of labor have to be sought in a different social source. These reflected in forms of solidarity and shared moral norms linking people with each other and regulating their relationship. Mechanical solidarity പറയുന്നുണ്ട്, അതാണ് ആദ്യത്തെ solidarity. ബിക്കോസ് പീപ്പിൾ ഏകദേശം അഗ്രികൾച്ചർ വർക്കായിരുന്നു, അപ്പോൾ ഏകദേശം ഒരേ പണി ചെയ്യുന്നു. പക്ഷേ ഇറ്റ്സ് കോൾഡ് മെക്കാനിക്കൽസ്. പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ ഡിവിഷൻസ് വന്നു, ആൾക്കാർ സ്പെഷ്യലൈസേഷൻ ഉള്ള വർക്ക് ചെയ്യാൻ തുടങ്ങി, സ്കില്ല് അക്വയർ ചെയ്യാൻ തുടങ്ങി, ഇതെല്ലാം വന്നു. അതാണ് ബട്ട് ദർ ഇസ് യൂണിറ്റി ഇൻ ദ സൊസൈറ്റി. നല്ല സൊസൈറ്റി മുന്നോട്ട് പോകുന്നത് അതാണ് സോ ഇങ്ങനെ പറയുന്നത് ഡർക്കൈം. സോ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുമ്പോൾ തന്നെ വി ഹാവ് ടു കം ടു മൈൻഡ് ദാറ്റ്സ് ഗിവൺ ദ തിയറി given by the Durkheim. George Simmel, in the philosophy of money, money is one of the major institutions contemporary capitalist society എന്നാണ് സിമ്മൽ പറയുന്നത്. അതാണല്ലോ. പക്ഷെ പണി കൊണ്ടുവരുന്നതിന് മുമ്പ് ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് ഒരു പ്രോഡക്റ്റ് അങ്ങോട്ട് കൊടുത്ത് ഒരു പ്രോഡക്റ്റ് ഇങ്ങോട്ട്. So it's crucially important in the fact that it played a wide and profound role in the relations between people in modern society. So in order to clarify the origins and consequences of the use of money or of the money economy, it was essential to understand modern society. അതാണ് ക്യാപിറ്റലിസത്തിൻ്റെ കീഴിൽ നമ്മൾ നോക്കിയാൽ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ഉണ്ട്. സോ അതാണ് മോണിറ്ററി എക്കോണമി. He took for granted, paid attention to institutional prerequisites of capitalism. Capitalism is an economic system that presupposes the private accumulation of capital. അതാണ് സിമ്മൽ മെയിനായിട്ട് പറയുന്നത്. പ്രൈവറ്റ് അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ വരുന്നുണ്ട്. സോ ഇതിന് പൈസ ആവശ്യമാണ്, ലീഡിങ് ടു ദ വൈഡനിങ് ഓഫ് സർക്കിൾ ഓഫ് ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ദ മണി ഇക്കോണമി. In order for money to be a driving force, basic non-economic conditionും കൂടെ വേണം. അതെന്താണ്? ഗ്രോയിങ് ട്രസ്റ്റ് ഇൻ ദ കപ്പാസിറ്റി ഓഫ് മണി ടു ബി കൺവേർട്ടഡ് അറ്റ് എനി ടൈം ഇൻ ടു കോൺവെർട്ട്. അപ്പോൾ പൈസ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ, പൈസ വരണമെങ്കിൽ there should be exchange of goodsും കൂടെ വേണം. അതാണ് സിമ്മൽ പറഞ്ഞു വെച്ചത്. So the accumulation of capital is presupposed an accumulation trust, and this cultural condition was supported by the institutional factors like legitimization of the efficacy of political power and the guarantees provided by the legal order. In this sense, money became a public institution. Simmel also underlined that the money economy was a powerful factor in the dissolution of the natural economy based on production for self-consumption. Fundamental function of controlling money should be promoted the formation of a centralized state. അതാണ് സിമ്മൽ പറഞ്ഞു വെച്ചത്. സോ മോഡേൺ സ്റ്റേറ്റ് ഗ്രോ ഓൺലി ത്രൂ ദ ഡെവലപ്പിംഗ് ഓഫ് ടാക്സേഷൻ, ബ്യൂറോക്രസി, മിലിറ്ററി, ഇതെല്ലാം ഒരു സെൻട്രൽ പവർ ആയിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ചിലപ്പോൾ ശരിയാണെന്ന് തോന്നാം. സോ these instruments would contribute in turn to the weakening of the old feudal system and the strengthening of the money economy, guaranteeing the developing of exchanges. Simmel's prevailing interest was to examine the consequences of the money economy
for social relations and ways of life. He highlighted the ambivalence of these effects, discussing both their positive, negative aspect അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മണി എന്ത് ചെയ്തു? ഇൻഡിവിജ്വൽ ലിബർട്ടി ഉണ്ടാക്കി. ഒരാൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഇന്നും ഇപ്പം നമുക്കത് കുറച്ച് ശരിയാണെന്ന് തോന്നും. ബിക്കോസ് ഇഫ് യു ഹാവ് മണി യു ഹാവ് ദറ്റ് ലിബർട്ടി, ദറ്റ് ഫ്രീഡം ടു ലീവ് ഇൻഡിവിജ്വലി, അല്ലേ? ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കാം എന്നുള്ള ഒരു ലിബർട്ടി അവിടെ വരുന്നുണ്ട്. ഇറ്റ് മേഡ് സോഷ്യൽ ഇൻ ദ സ്ഫിയേഴ്സ് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രൊഡക്ഷൻ ഇന്റർചേഞ്ചബിൾ ആക്കി. It was possible to choose among various suppliers which depersonalized relations between. അപ്പോൾ ബയേഴ്സും സെല്ലേഴ്സിൻ്റെ അവിടെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വേണമെന്നൊന്നുമില്ല. മണി ഉണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കുന്നു, സാധനം വാങ്ങുന്നു. അതാണ്. And made both more independent. So I am independent. I have money. I don't want your favor. I can. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ടുപോലെ, നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം വീട്ടിൽ വരുന്നു. അപ്പോൾ നമുക്കൊരു ഇടനിലക്കാരനോ ഒരു പണ്ടൊരു ജോലിക്കാരൻ വേണം നമുക്ക് സാധനങ്ങൾ മേടിച്ചോണ്ട്. ഇപ്പം നമുക്ക് ആരെ ആവശ്യമില്ല. യു ജസ്റ്റ് ഓർഡർ, ഇഫ് യു ഹാവ് മണി യു ജസ്റ്റ് ഗീവ് മണി, ടേക്ക് ദ തിങ് ആൻഡ് യൂസ് ഇറ്റ്. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലോട്ട് വന്നു. അതാണ് സിമ്മൽ പറഞ്ഞു വെക്കുന്നത്. Breaking the ritualism and fixity of traditional forms of conception. There was an increased freedom with regard to objects too. Productivity depends on the servant on his lord, apprentice on his master, gave way to specific exploit labor. But dispersonalized relationship വന്നു. അതാണ്. ഇനി വെബ്ലൻ എന്താണ് പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം. He was interested to redesign economic analysis on an institutional basis. അതാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞത് മോഡൽ ഡെർക്കെയിം ഡെവലപ്പ് ചെയ്ത മോഡലായിട്ടാണ് കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. അതായത് ഒരു സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ കൂടി ഈ വെബ്ലൻ കോൺട്രിബ്യൂട്ടഡ് ടു എ നോൺ ഇൻഡിവിജ്വലിസ്റ്റിക് തിയറി ഓഫ് ഇക്കോണമിക് ആക്ഷൻ. He focused on a problem of historical empirical research, not dealt with by economics, the social effects of liberal market-based capitalism. അപ്പം 3 എലിമെൻറ്റ്സ് ഉണ്ട് എന്നാണ് ഇങ്ങനെ പറയുന്നത്. 3 പ്രോബ്ലം ഏരിയാസ് അക്കോർഡിംഗ് ടു വെബ്ലൻ. എന്തൊക്കെയാ നോക്കാം. First, there was the individualistic conception of human nature embodied in the theory of economic action. എക്കണോമിക് ആക്ഷനിൽ ബേസ് ചെയ്തിട്ടുള്ള മനുഷ്യൻ്റെ ഇൻഡിവിജ്വൽ കൺസെപ്ഷൻ എന്താണ്, അതാണ് ഒരു പ്രോബ്ലം ഏരിയ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു വെക്കുക. സെക്കൻഡ് വാസ് സ്റ്റാറ്റിക് ട്രഡീഷണൽ എക്കണോമിക് അനാലിസിസ്, പണ്ടത്തെ അതായത് പരമ്പരാഗതമായ അതിൻ്റെ ഒരു അനാലിസിസ്. ആൻഡ് ദാറ്റ് ഈസ് ഹിസ് ഫോക്കസ് ഓൺ ഈക്വിലിബ്രിയം റാദർ ദാൻ ചേഞ്ച്. ആൻഡ് ഫൈനലി കെയിം the link between the pursuit of individual interest and collective well-being. ഓരോ മനുഷ്യരുടെയും ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് നോക്കുക, ആൻഡ് ഓൾസോ ദ കളക്റ്റീവ് വെൽബീയിങ്. അതായത് വെൽബീയിങ് ഓഫ് സൊസൈറ്റി, അതാണ് കളക്റ്റീവ് വെൽബീയിങ് എന്ന് പറയുന്നത്. ഗൈഡഡ് ബൈ വാല്യൂസ് ആൻഡ് നോംസ് ആയിരിക്കും. അപ്പം ഇതെല്ലാം ഗൈഡഡ് ബൈ വാല്യൂസ് ആൻഡ് നോംസ് വിത്ത് അബ്സോർബ് ഫ്രം ദ സൊസൈറ്റി ഇൻ വിച്ച് they lived. Historical change depended on transformations both in institutions and individual behavior. So traditional economic theory could not properly grasp this variability in action, since it treated individual preferences and the state of knowledge and technology as something given. Veblen underlined the static and historical nature of neoclassical economy. For him, ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് പരമ്പരാഗതമായ അല്ലെങ്കിൽ പണ്ടത്തെ ഒരു ഈക്വൽ ബാലൻസിങ്, അതാണ് ഐഡിയ ഓഫ് ഈക്വിലിബ്രിയം. ടു എ സെർച്ച് ഫോർ മെക്കാനിസംസ് ദാറ്റ് സ്റ്റെബിലൈസ്ഡ്. അപ്പോൾ ഒരു സ്റ്റെബിലൈസ്ഡ് ഫോം വേണം ഇക്കോണമി, അല്ലെങ്കിൽ സാമ്പത്തിക ഫാക്ടറിന്. അതാണ് അത്. പക്ഷെ ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യണം എന്താണ്? ഫിസിക്കൽ സയൻസസ് ആൻഡ് ഇൻ പർട്ടിക്കുലർ ബൈ മെക്കാനിക്സ്. ഇതെല്ലാം ഈ എക്കണോമിക് ഇക്വിലിബ്രിയത്തിനെ അല്ലെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ച് ഇതെല്ലാം ഇൻഫ്ലുവൻസ്ഡ് ആണ്. സോ വൺ കോൺസിക്വൻസ് ഓഫ് വെബ്ലൻസ് തിയറി ഓഫ് ചേഞ്ച് വാസ് എ പോസിബിൾ കോഎക്സിസ്റ്റൻസ് ഓഫ് സൊസൈറ്റി ഇൻ വിത്ത് റിലേഷൻ ബിറ്റ്വീൻ ടെക്നോളജി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് ഡിഫറെൻറ്റ്. ഈ ഡി നോട്ട് ബിലീവ് ഇൻ ദ പ്രോസസ് ഓഫ് ഇന്നെവിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ കൺവേർജൻസിലൊന്നും ഇങ്ങനെ വിശ്വസിച്ചിരുന്നേ ഇല്ല. ടെക്നോളജി വന്നപ്പോൾ എന്ത് പറ്റി? Lead to the establishment of a unique trans-institutional model
technology one, and could respond more efficiently to the problems of adaptation posed by the economic and social environment. Yeah, theory of leisure class എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഈ അങ്ങേരുടെ ഒരു ബുക്കാണത്. അതിൻ്റെ അകത്ത് കൾച്ചറൽ ആസ്പെക്ട്സ്, അങ്ങേര് കൺസെപ്ഷൻ പ്രാക്ടീസസിൻ്റെ കൾച്ചറൽ ആസ്പെക്ട്സ് അങ്ങേര് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ the desire to increase consumption of material goods, according to whom, did not itself provide a sufficient incentive for people to engage in economic activity. In modern society, economy was organized on the basis of a private ownership and market. അതാണ് ഇതൊക്കെയാണ് ഇങ്ങേര് പറഞ്ഞത്. Now we'll pass on to the Talcott Parsons and Niels Melzer. Talcott Parsons തിയറിയിൽ എന്താ പറഞ്ഞു വെച്ചേക്കുന്നത്? He discussed about the scientific status of economics according to the formulation of influential neoclassical economist Robbins. മെയിൻ ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ അനാലിസിസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്കണോമിക് ലൈഫാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതിൻ്റെ അകത്ത് എക്കണോമിക് ലൈഫ് ഷുഡ് ബി എ കോംപ്ലിമെൻറ്റ് റാദർ ദാൻ എ സബ്സ്റ്റിറ്റ്യൂട്ട്. അതൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് പോകണം, ഒന്നിനോട് അത് എന്നാൽ മാത്രമേ സൊസൈറ്റി മുന്നോട്ട് പോവുള്ളൂ. ദ സൊല്യൂഷൻ ടു ദ ക്ലാസിക് ഓബസ്റ്റ്യൻ problem of social order is not so much the capacity of political power to control individual interests, nor of supposing a natural and spontaneous integration. എന്നാണ് പാഴ്സൺസ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇക്കണോമിക് ലോസ് എന്ന് പറഞ്ഞാൽ ഷുഡ് ബി ദ വാട്ട് ഷുഡ് ദേ ഗീവ്, വാട്ട് ഷുഡ് ദേ ഇൻഡിക്കേറ്റ്, ക്രൈറ്റീരിയ ഫോർ ഒരു റേഷണൽ ആക്ഷൻ എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇക്കണോമിക് ലോസ്. അതാണ് പാഴ്സൺസ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആൻഡ് വെബ്ലൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സിനെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് പാഴ്സൺസ്. ഇങ്ങേര് 2 ഒബ്ജെക്ഷൻസ് എഗെയിൻസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സ് എന്താണെന്ന് വെച്ചിട്ട്, ഒന്ന് ഇങ്ങേര് പറയുന്നത് ഡിസാറ്റിസ്ഫാക്ഷൻ കൺസേൺഡ് ദ അലജഡ് ആൻറ്റി തിയററ്റിക്കൽ നേച്ചർ. ഈ ഒരു ആൻറ്റി തിയററ്റിക്കൽ നേച്ചറാണ് എന്തിന്, ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സിന്. Secondly, Parsons objected to emphasis on technology on the institution par excellence, and its neglect of cultural normative factors in the large picture which transcended the economic perspective. അതാണ് എക്കണോമിക് പെർസ്പെക്റ്റീവ് ട്രാൻസെൻഡ് ചെയ്യുന്ന ഒരു കാര്യം. The investigation of ends which leads irrevocably to an atomistic individualism. One presupposes that individuals define their ends independently of their mutual interaction. അപ്പോൾ ഓരോ ആൾക്കാരും അവരവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ആക്ഷൻസ്, അതാണ് ഇപ്പോൾ ഒരു മ്യൂച്വൽ ഇൻട്രാക്ഷൻ വരുന്നു. അപ്പോൾ വേറൊരു പ്രശ്നം ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ദർ ഇസ് നോ റീസൺ ഫോർ തിങ്കിങ് ദാറ്റ് ഫൈനൽ എൻഡ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ മെർജ് ടുഗദർ ചെയ്യണമെന്നില്ല. അതാണ് പാഴ്സൺസ് പറയുന്നത്. സോ ഇഫ് ദർ ആർ നോ ഫാക്ടേഴ്സ് അറ്റ് വർക്ക് ഇൻട്രൊഡ്യൂസിങ് എലിമെന്റ്സ് ഓഫ് കോഹറൻസ്, കോർഡിനേഷൻ ആൻഡ് ഇന്റിഗ്രേഷൻ ബിറ്റ്വീൻ ദ ഗോൾസ് ഓഫ് വേരിയസ് ഇൻഡിവിജ്വൽ സൊസൈറ്റി റിസ്ക് ബിക്കമിങ് എ മോർ chaos ഓഫ് അപ്പം ഇതെല്ലാം തമ്മിലൊരു യൂണിറ്റി ഇല്ലെങ്കിൽ ഒരു chaos ഉണ്ടാവും. എന്തിനാണ്? ബിക്കോസ് ഓഫ് കോൺഫ്ലിക്റ്റ് വരുമ്പോഴാണല്ലോ ഒരു യൂണിറ്റി ഇല്ലാണ്ട് പോകുന്നത്. ബിറ്റ്വീൻ കോമ്പീറ്റിംഗ്, മത്സരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ. അതാണ് പാഴ്സൺസ് പറഞ്ഞത്. So Parsons and Melzer suggested that both sociology and economics can be understood as part of the general theory of social systems. The economy is a subsystem with interchanges with other 3 subsystems. അപ്പോൾ എക്കോണമിക്ക് തന്നെ നിൽക്കാൻ പറ്റില്ല ഒരു സമൂഹത്തിൽ, അല്ലേ? അപ്പോൾ അതിനെന്ത് വേണം? പോളിറ്റിക്സ് വേണം, അതൊരു സബ്സിസ്റ്റമാണ്. ആൻഡ് ദ കൾച്ചറൽ മോട്ടിവേഷണൽ സബ്സിസ്റ്റം. അപ്പോൾ ഇറ്റ് ഈസ് ദ റെമിനിസെന്റ് ഓഫ് വെബേഴ്സ് നോഷൻ ഓഫ് സ്ഫിയർ. ബട്ട് വൈൽ ദ ലേറ്റർ ദ ഓരോ പോയിന്റ് എടുത്തിട്ട് മറ്റേ വെബർ അതിൻ്റെ അകത്ത് എന്നാൽ കൾച്ചറിനെ പറഞ്ഞിട്ടുണ്ട്. കാൾ മാർക്സ് എന്ത് പറഞ്ഞു? മെറ്റീരിയൽ അല്ലെങ്കിൽ എക്കണോമിക്സിന് ഇമ്പോർട്ടൻസ്. സോ ദേ ആർ കണക്ട് ചെയ്ത് ഇവരിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ അത്. സോ റീഡ് ഇറ്റ് കെയർഫുള്ളി, അണ്ടർസ്റ്റാൻഡ് ഇറ്റ് കെയർഫുള്ളി. ഓരോ തിയറിയും ഓരോ തിയറിസ്റ്റിനെ തിയറി തറോ ആക്കിയാൽ വെൻ ദേ കണക്ട് ഇറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. So you have to read well and study well each theory separately. You can read books on each theorist separately, and then you understand. Then only when they compare these theorists, it will be easy for you. Otherwise, you will not understand why they are comparing,
എന്ന് പറഞ്ഞാൽ ഓരോ തിയറിയുടെയും അന്തസത്ത എന്താന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ, അതുപോലെ ഓരോ കോൺസെപ്റ്റ് അത് ജോയ്സ് അല്ലെങ്കിൽ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സിൻ്റെ കോൺസെപ്റ്റ് ആരുടെയാണെന്ന് വെച്ചാൽ കാൾ മാർക്സിന് പെട്ടെന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റും. എന്നാൽ മാത്രമേ വെൻ ദേ കം ബൈ വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. സോ സ്റ്റഡി ഓൾ ദ തിയറീസ് separately. Economy and society got a negative reception by economics and failed to ignite an interest in economic sociology among Smeltzer എന്താണ് ചെയ്തത്? His attempt to consolidate economic sociology in the next decade helped fix economic sociology as a subfield in the minds. അപ്പോൾ അതിനൊരു സബ് ഫീൽഡായിട്ട് സോഷ്യോളജിയുടെ തന്നെ ഒരു സബ് ഫീൽഡായിട്ട് സ്കോളേഴ്സിൻ്റെ മൈൻഡിൽ വരാൻ ഇങ്ങേരുടെ റൈറ്റിംഗ് കാരണമായി എന്നാണ് പറയുന്നത്. And in the curriculum of colleges and universities, but could not spawn distinct new agenda. So, പുതിയ റിസർച്ച് ഒന്നും ഇതിനെപ്പറ്റി അധികം വന്നിട്ടില്ല. So, he defines economic sociology as the application of the frame of reference, variables, explanatory models of sociology to that complex of concerned with the production, distribution, exchange, and consumption of scarce goods and services. The economic sociology asks two types. First is microscopic and concerns economic activities. The economic sociology asks how the activities are structured into roles and collectivities, by what values they are legitimized, and by what norms and sanctions they are regulated. Within economic organization such as the firm, Smeltzer studies the status system, power and authority relation. അപ്പോൾ ഇങ്ങനെ പറഞ്ഞേക്കുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. സ്റ്റാറ്റ് സിസ്റ്റം പറഞ്ഞു, പവർ പറഞ്ഞു, അതോറിറ്റി അല്ലെങ്കിൽ അധികാരം ആരുടെ കയ്യിലാണ്, അങ്ങനെയല്ല. സെക്കൻഡ് ടൈപ്പ് ഈസ് മാക്രോസ്കോപ്പിക്, കുറച്ചും കൂടെ വലിയ കാര്യം. കൺസേൺ ദ റിലേഷൻസ് ബിറ്റ്വീൻ സോഷ്യോളജിക്കൽ വേരിയബിൾസ് ആസ് ദേ മാനിഫെസ്റ്റ് ദംസെൽസ് ഇൻ ഇക്കോണമിക് കോണ്ടെക്സ്റ്റ് ആൻഡ് സോഷ്യോളജിക്കൽ വേരിയബിൾസ് ആസ് ദേ മാനിഫെസ്റ്റ് ദംസെൽസ് ഇൻ നോൺ ഇക്കോണമിക് കോണ്ടെക്സ്റ്റ് ഓൾസോ. What sort of political conflicts are generated by the economic arrangements in different societies, and what kinds of class system emerge in different kinds of economic systemത്തിൽ പല ക്ലാസ് സിസ്റ്റം ഉണ്ടാവും അല്ലേ. ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ സൊസൈറ്റി നോക്കിയാൽ തന്നെ നമുക്കറിയാം അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ അപ്പർ മിഡിൽ ക്ലാസ്, ലോ, അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. അതാണ് ക്ലാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് തിയറീസ്. ഇനി മോഡേണൈസേഷൻ തിയറി നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ അകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ട്രഡീഷണൽ സ്റ്റേജ് ടു ദ ഇൻഡസ്ട്രിയൽ ഡെവലപ്പ് ഫേസ് വിച്ച് ഇൻക്ലൂഡ്സ് ഹൈ റേറ്റ്സ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്, ട്രേഡ്, ഫോറിൻ എല്ലാം വരും മോഡേൺ തിയറി എന്ന് പറയുമ്പോൾ. സേവിങ്സ്, ചേഞ്ചസ്, ടെക്നോളജി, ഇൻഡസ്ട്രിയലൈസേഷൻ എല്ലാം വരുന്നുണ്ട് മോഡേൺ തിയറിയിൽ. സോ Indian urban sector dual in nature, comprising organized or formal sector, unorganized or informal. The organized sector എന്ന് പറയുമ്പോൾ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് ഉണ്ടാവും, വേജ് ലേബർ ഉണ്ടാവും, മോഡേൺ ടെക്നോളജി ഉണ്ടാവും, പ്രൈവറ്റ് ഓണർഷിപ്പ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതാണ്. ഓൺ ദ അതർ ഹാൻഡ് അൺഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോഴോ സ്മോൾ സ്കെയിലായിട്ടായിരിക്കും. ക്യാപിറ്റൽ, ലേബർ, പ്രൈവറ്റ്, ഫാമിലി ഓണർഷിപ്പ്, ലേബർ ഇൻ്റെ ബാക്ക്വേർഡ് ടെക്നോളജി, അൺറെഗുലേറ്റഡ് മാർക്കറ്റ്, എല്ലാം ചെറിയ തോതിലായിരിക്കും അൺഓർഗനൈസ് സെക്ടർ. ടുഡേ ഇന്ത്യയിൽ തന്നെ നമുക്ക് കാണാം അല്ലേ, ഓർഗനൈസ് സെക്ടർ, അൺഓർഗനൈസ് സെക്ടർ. വേൾഡ് സിസ്റ്റം തിയറിയിൽ നമ്മൾ അതൊക്കെ തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇക്കണോമിക് ഹിസ്റ്റോറിയൻസ് അത് ക്രിട്ടിസൈസ് ദ ഐഡിയ ഓഫ് കൺവേർജൻസ് ആൻഡ് ഐഡൻറ്റിഫൈഡ് ഡിഫറെൻറ്റ് പാർട്സ് ടു ഇൻഡസ്ട്രിയലൈസേഷൻ. കോറും പെരിഫറലും ഇതെല്ലാം കഴിഞ്ഞ പേപ്പറിൽ നമ്മൾ പഠിച്ചതാണ്. മെയിനായിട്ട് കോറും ദാറ്റ്സ് ഡെവലപ്ഡ് നേഷൻസ് ഫോം ചെയ്യുന്ന പ്രബിഷ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പിന്നെ കോറിൽ അൺഡെവലപ്ഡ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് അവരാണ് പെരിഫറിയിലുള്ളത്. ഇപ്പോൾ ഡിപ്പെൻഡൻസ് തിയറീസും അത് തന്നെ പറയുന്നത്. ഡെവലപ്ഡ് കൺട്രീസിനും ഡിപ്പെൻഡ് ചെയ്ത് കുറേ മറ്റ് കൺട്രീസും. അതാണ് റാഡിക്കൽ ആൻഡ് റാഡിക്കൽ എക്സസൈസ് ദ മെക്കാനിസം ഓഫ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്. കുറേ പേരുടെ റൈറ്റിങ്സിലെല്ലാം നമുക്കത് കാണാൻ സാധിക്കും. ഫെയിൽ ഓൺ ഹാർഡ് ടൈംസ്. ദ വാഷിങ്ടൺ കോൺസെൻസസ്, അതിൻ്റെ അകത്തും നമ്മൾ കോമൺലി നോൺ കൗണ്ടർ റെവല്യൂഷൻ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്, അതിനെയാണ് വാഷിങ്ടൺ കോൺസെൻസസ് എന്ന് പറയുന്നത്. വേൾഡ് ബാങ്ക്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടും ഒക്കെ അഡാപ്റ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വായിക്കാം. ഹേയക്, മിൽട്ടൺ ഇവരെല്ലാമാണ് ഇതിനെപ്പറ്റി ചെയ്തത്. കോൺസെൻസസ് recipe of measuring to be applied. So collapse of the system in 18 merely accelerated them better since the only serious twist had now disappeared. അതാണ് അതിൻ്റെ അകത്ത് പറയുന്നത്.
So economic policies accompanying neoliberalism fell under the category of SAP, structural SAP എന്ന് പറഞ്ഞാൽ എന്താണ്? It is structural adjustment policy. സോ 90s ഇന്ത്യയിലെ SAP നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഇറ്റ് വാസ് ഗോയിങ് ത്രൂ ദ ഡെപ്പ് കടവും അതിൻ്റെ പ്രശ്നങ്ങൾ. താങ്ക് യു.